പടിഞ്ഞാറൻ ഏഷ്യയിൽ സംഘർഷങ്ങൾ ശക്തമാകുമ്പോൾ ലോക എണ്ണ വിപണി വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക്. പ്രത്യേകിച്ച് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് വഴി കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നത് ഇന്ത്യ പോലുള്ള വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഈ പ്രതിസന്ധിക്കിടയിൽ ഇന്ത്യക്ക് വലിയ ആശ്വാസമായി മാറുന്ന നീക്കമാണ് UAE-യിൽ നിന്നെത്തുന്നത്. ഹോർമൂസിനെ പൂർണ്ണമായും ഒഴിവാക്കി ഫുജറ വഴി എണ്ണ എത്തിക്കുന്ന പദ്ധതി ഇത് ഇന്ത്യയുടെ ഊർജ സുരക്ഷയ്ക്ക് മാറ്റമാകുമോ? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇതിനായി ഏറെ കാലമായി വികസിപ്പിച്ച പൈപ്പ് ലൈൻ സംവിധാനം ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നേടുകയാണ്. അബുദാബിയിലെ ഹബ്ഷാൻ എണ്ണ മേഖലയിൽ നിന്ന് ഒമാൻ ഉൾക്കടലിലെ ഫുജറ തുറമുഖം വരെ ഏകദേശം 4 കിലോമീറ്റർ നീളമുള്ള പൈപ്പ് ലൈൻ ഇതിനായാണ് ഉപയോഗിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും ഒഴിവാക്കുന്നതിനാൽ ഗൾഫ് മേഖലയിലെ യുദ്ധമോ രാഷ്ട്രീയ സംഘർഷങ്ങളോ എണ്ണ കയറ്റുമതിയെ ബാധിക്കില്ല. ദിവസേന ഏകദേശം 15 ലക്ഷം മുതൽ 18 ലക്ഷം ബാരൽ വരെ ക്രൂഡ് ഓയിൽ ഈ പൈപ്പ് ലൈൻ വഴി ഫുജറയിൽ എത്തിക്കാനാകും. ഗൾഫ് ഓഫ് ഒമാൻ തീരത്തുള്ള ഫുജറൈ തുറമുഖം വഴി ഇന്ത്യയിലേക്ക് എണ്ണ കൊണ്ടുവരുന്നത് കൂടുതൽ വേഗത്തിലും കുറഞ്ഞ ചെലവിലും സാധിക്കും. ഖത്തർ ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ദൂരം കുറവായതിനാൽ ഗതാഗത ചിലവും കുറയും. നിലവിലെ നിയന്ത്രണങ്ങൾ ശമിക്കുന്നതോടെ UAE-ക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കാനും സാധിക്കും. നിലവിൽ ഏകദേശം 3.4 ലക്ഷം ബാരൽ മാത്രമാണ് ഇന്ത്യയിലേക്ക് എത്തുന്നതെന്ന് വിലയിരുത്തപ്പെടുമ്പോൾ ഇത് 10 ലക്ഷം ബാരൽ വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയും UAE-യും തമ്മിലുള്ള ഊർജ സഹകരണം ഇതിനകം തന്നെ ശക്തമാണ്. ഏകദേശം $300 കോടി LNG കരാറിലും ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിനാൽ ഈ പുതിയ മാർഗം ഇന്ത്യക്ക് സ്ഥിരതയുള്ള ക്രൂഡ് ഓയിൽ ലഭ്യത ഉറപ്പാക്കുന്നതിൽ നിർണായകമാകും. ഹോർമൂസ് കടലിടുക്കിലെ അനിശ്ചിതത്വങ്ങളെ മറികടന്ന് ഫുജറ വഴി എണ്ണ എത്തിക്കുന്ന UAE-യുടെ നീക്കം ഇത് വെറും ഒരു പകരം മാർഗമല്ല, ഇന്ത്യയുടെ ഊർജ സുരക്ഷ ഉറപ്പാക്കുന്ന വലിയ തന്ത്രപരമായ ചുവടുവയ്പ്പാണ്. പടിഞ്ഞാറൻ ഏഷ്യയിലെ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഈ നീക്കം ഇന്ത്യക്ക് ഇരട്ട നേട്ടമായി മാറും.